ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു യാത്രാ വിശേഷമായിട്ടാണ് വന്നത്. ഒരു മലേഷ്യൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. അപ്പോൾ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ ഷോർട്സൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും, മലേഷ്യയിലേക്കാണ് ഞങ്ങൾ പോയത്. ഒരു പാക്കേജ് ടൂറാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ 4 ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും അങ്ങനെയാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. പോയി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. പക്ഷേ അതിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ആയിട്ട് പങ്കുവയ്ക്കാൻ കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പുലർച്ചെ 12:30 1 മണി ആ സമയത്തായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ മക്കളെയൊക്കെ പകലൊന്ന് കുറച്ച് നേരത്തെ ഉറക്കി. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അത് മിസ്സാവണ്ടെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. കുറച്ച് ഞങ്ങൾ ചെക്കിങ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ 2.5 മണിക്കൂറിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളും എമിഗ്രേഷൻ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലെത്തി. ഇപ്പോൾ സാധാരണ കാണുന്ന എയർ ഹോസ്റ്റസിനെക്കാളും ഇതിനെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഡോള് പോലെ തോന്നി. അതിൻ്റെ ആ ഹെയറിൻ്റെ കളറും അതിൻ്റെ മൊത്തം ലുക്കും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സംസാരിച്ചു. അപ്പോൾ അവർ നമ്മളോടൊക്കെ ഭയങ്കര ആതിഥ്യമര്യാദയാണല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നമ്മളടുത്ത് ബിഹേവ് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കുറച്ച് ക്ലാസ്സും എല്ലാം ആസ് യൂഷ്വൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓൾറെഡി ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഹസ്ബൻഡിനും 2 കുട്ടികൾക്കും ഒരു റോല് 3 സീറ്റും. എനിക്കാണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റായിട്ട് വേറൊരു സ്ഥലത്താണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ കയറിയ സമയത്ത് ഞാൻ എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ടേക്ക് ഓഫിന് ശേഷം നിങ്ങൾ പിന്നെ സീറ്റിൽ മോളെ മടിയിൽ വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ സിംഗിൾ സീറ്റിലേക്ക് ഹസ്ബൻഡ് മാറിയിരുന്നിട്ട് ഞാനും മക്കളിരുന്നു. ടേക്ക് ഓഫിന് ശേഷം പിന്നെ ഹസ്ബൻഡ് വന്ന് മോളെ മടിയിൽ വെച്ച് ഞങ്ങൾ ഒരു സീറ്റിൽ തന്നെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ പോയതും വന്നതും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പോയപ്പോഴും വന്നപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് തന്നെയാണ് പോയതും വന്നതൊക്കെ. അപ്പോൾ ഈ രാത്രി സമയത്ത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് നോക്കിയപ്പോൾ അടിപൊളി സീനായിരുന്നു കേട്ടോ. ആദ്യം രാത്രിയായപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമായിരുന്നു. പുറത്തെ കാഴ്ചകൾ മനോഹരമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ അതിനേക്കാളും നല്ലത് രാത്രിയാണെന്ന് പിന്നെ തോന്നി. അങ്ങനെ ഞങ്ങൾ 4.5 മണിക്കൂർ ഫ്ലൈ ശേഷം കോലാലംപൂർ എയർപോർട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും അവിടെ നേരം വെളുക്കുന്നതിന് 2.5 മണിക്കൂറോ അങ്ങനെ എന്തോ ഡിഫറൻസാണ് മലേഷ്യയും ഇന്ത്യയും തമ്മിൽ. അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ പിന്നെ കോലാലംപൂർ എയർപോർട്ടിൽ മോർണിംഗ് എത്തിയ സമയത്ത് കാണുന്ന കാഴ്ചയാണത്. നല്ല ഭംഗിയില്ലേ? എത്രയാ പിന്നെ അവിടെ ഇങ്ങനെ നിറയെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. അപ്പോൾ അവിടെ നിറയെ ഇങ്ങനെ പിന്നെ ഫ്ലൈറ്റ്സ് നിർത്തിയിട്ടൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ലാൻഡ് ചെയ്തിട്ടുണ്ടായി അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഞങ്ങൾ എയർ ഏഷ്യയിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫുഡൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഞങ്ങൾ കാലിക്കറ്റ് ബേസാണ്. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഫുഡ് ഹോട്ടൽ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജാണ് ഞങ്ങൾ എടുത്തത്. അങ്ങനെ കോലാലംപൂർ എയർപോർട്ടിലെത്തി. ജസ്റ്റ് ഒന്ന് അവിടെ ഞങ്ങൾ കുറച്ച് നേരം വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി നിന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെക്കിങ്ങിൽ അവിടെ ഭയങ്കര വരി കിട്ടിയിട്ട് ഇവിടെ കിടന്ന് ഞങ്ങൾ കുറച്ച് നേരം തിരിഞ്ഞ് കളിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വരി കിട്ടി. പിന്നെ ഞാൻ ഒന്നാമത് എനിക്ക് ഈ വീഡിയോയ്ക്ക് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ വീഡിയോ എടുത്തു. പക്ഷെ ഞാൻ പൊതുവേ ഒരു ഫാമിലി ഫങ്ഷനോ അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഗാദറിങ്സിൻ്റെ ഇടയിലോ ഞാൻ പൊതുവേ വീഡിയോ എടുക്കാറില്ല. കാരണം അത് അവരുടെ പ്രൈവസി കൺസേൺ എനിക്ക് നല്ലോണം ഉണ്ട്. അവർക്കത് താല്പര്യമില്ലെങ്കിലോ അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഒന്നും താല്പര്യമില്ലാത്തതാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ട് ഞാൻ മാക്സിമം വീഡിയോസ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട്, ഇത് കണ്ടോ നമ്മളെ പ്രേമലൂലെ അഖില ഭാർഗവൻ, പ്രേമലൂലെ റീനുവിൻ്റെ ഫ്രണ്ട്, അവർ നമ്മൾ സെയിം ഫ്ലൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നോ ഫ്ലൈറ്റിൽ നിന്നോ കണ്ടില്ല. മലേഷ്യയിൽ ഇറങ്ങിയ സമയത്താണ് ഞങ്ങൾ അവരെ കണ്ടത്. അപ്പോൾ അവർ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, പിന്നെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയുള്ള ഈ ട്രിപ്പാകുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചാലും അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളൊന്നുകൂടെ കൺസേൺ ആവും. കാരണം എന്താ വെച്ചാൽ അവർക്കത് ഇഷ്ടമുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ സങ്കടമായി. നല്ല നല്ല വീഡിയോസിലൊക്കെ കൂടെ എല്ലാവരും ഉള്ള വീഡിയോസ് ആകുമ്പോൾ കുറേ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതേമാതിരി ഫാമിലി ഗെറ്റ് ടുഗദറും ഒക്കെ ഉണ്ടാകുമ്പോഴും ഫാമിലീസിൻ്റെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കും എന്താ വീഡിയോ എടുക്കാത്തതെന്ന്. ഞാൻ എന്താ പറയുക, ഇങ്ങനൊരു സംഭവം എനിക്കുണ്ട്. മറ്റുള്ളവരൊക്കെ നമ്മളിത് യൂട്യൂബ് തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. അവരെ കുറച്ചുകൂടെ കൺസേൺ ഉള്ളത് കൊണ്ടാണ്
ഞാൻ കുറേയൊക്കെ വീഡിയോ എടുക്കാത്തതായിട്ട്. അപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിച്ചത് ഇവിടെ നിന്നാണ്, ഒരു തമിഴ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ നമ്മുടെ നാടൻ ഫുഡൊക്കെ തന്നെയായിരുന്നു അവിടെ. പൂരി, പിന്നെന്തായിരുന്നു, പൂരി, ദോശ, വട എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, ഇഡ്ഡലി. അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാക്കേജിലെല്ലാം ഇൻക്ലൂഡ് ആണല്ലോ, അപ്പോൾ അവർ നമ്മൾ എവിടെ ഇറങ്ങി നിൽക്കണം എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് അപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഈ വണ്ടി കേട്ടോ ഞങ്ങളെ സ്വന്തം സഹചാരിയായിട്ട് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്. ഈ വണ്ടിയിലാണ് ഞങ്ങളെ കൂട്ടാൻ വന്നതൊക്കെ. ഡ്രൈവർ കം ഗൈഡായിരുന്നു. ആൾക്ക് തമിഴനാണ് ബേസിക്കലി. അപ്പോൾ തമിഴും ഇംഗ്ലീഷും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ ഫുഡ് കഴിച്ചതിന് ശേഷം അപ്പോൾ ഞാനെന്തോ ഫോട്ടോ എടുക്കുക എന്ന് കരുതിയിട്ട്, ഇതാണ് അഖിൽ, ഹസ്ബൻഡ് ഫ്രണ്ടാണ്. അപ്പോൾ ഇവൻ അത്ര വലിയ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അഖിലിന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ വല്ലാണ്ടൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. 1K ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറയണ ഇവർ ഞാൻ ഫോട്ടോ എടുക്കുക എന്നിട്ടാണ് കരുതിയത്. അഖിലിനെ ഹസ്ബൻഡിന് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ബിനേഷ് വന്നത് എൻ്റെ കസിനും കൂടെയാണ്. പിന്നെ ഇത് രതീഷ് ഞങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ഇവർ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് വന്ന് പോസ്റ്റ് ചെയ്തത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ പഞ്ഞിക്കിടുമെന്ന് അറിയില്ല. കാരണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവരോട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ യൂട്യൂബ് ആണോ എന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ അല്ല എന്ന് പറയുക ചെയ്യുക. പിന്നെ ഇത് കാണുമ്പോൾ ഇങ്ങനെ പഞ്ഞിക്കിടാറില്ല. അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും നോക്കാം നമുക്ക്. കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയുമല്ലോ. അല്ല, അവർക്ക് വലിയ സീൻ ഉണ്ടാവാൻ കുഴപ്പമില്ല. പിന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഇവിടുത്തെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെയിലായിരുന്നു കേട്ടോ. പക്ഷേ ആ ഫസ്റ്റ് ഡേ മാത്രമേ ഞങ്ങൾക്ക് വെയിൽ അത്ര ബാധിച്ചുള്ളൂ കേട്ടോ. ഞങ്ങൾ ആ ഇറങ്ങിയ സമയം എന്തൊരു വെയിലായിരുന്നു എന്നറിയാം. വെയിലെന്ന് വെച്ചാൽ പൊള്ളുന്ന വെയിൽ. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതൊന്നും കാണാനുള്ളൊരു മൂടുണ്ടായില്ല. എങ്ങനെ ഓടിക്കയറി വണ്ടിയിലെത്തിയാൽ മതി എന്നുള്ളൊരു തോന്നലായിരുന്നു. അങ്ങനെ വെയിലായിരുന്നേ. പക്ഷേ പിന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ നമ്മളൊരു വൈകുന്നേരമാണ് എത്തുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത്ര എൻജോയ് ചെയ്ത് ഫോട്ടോസും കാര്യമൊക്കെ എടുക്കായിരുന്നു. പിന്നെ പിറ്റേ ദിവസം മുതൽ വെയിൽ നമുക്ക് അത്ര ബാധിച്ചില്ലേ. അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് അതൊക്കെ കണ്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഖിലിന് വലിയ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവനെ വീഡിയോയിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്ത് കേട്ടോ. ഞങ്ങൾ കിച്ചു എന്നാണ് വിളിക്കുക. അങ്ങനെ ഞങ്ങളിതാ മലേഷ്യൻ്റെ കോലാലംപൂരിൻ്റെ ഉള്ളിലൂടെ അവിടെയൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച്. പിന്നെ ഇവിടെയുള്ള മരങ്ങളെ പ്രത്യേകത എന്താ വെച്ചാൽ തെങ്ങുണ്ട്, വാഴയുണ്ട്. നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരുവിധം എല്ലാ മരങ്ങളും ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ അവിടുത്തെ ബിൽഡിങ്സിൻ്റെ പ്രത്യേകത, പിന്നെ നമ്മളൊരു ഇൻ്റർനാഷണൽ കൺട്രി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടുത്തെ പിന്നെ ബിൽഡിങ്സിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവുമല്ലോ. റോഡ് ഭയങ്കര ക്ലീൻ ആൻഡ് എന്താ പറയുക, അത്രയും ക്ലീനും നീറ്റൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ റോഡിലൂടെ പോകുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിവിടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും തിക്കി കുത്തി പോകുന്നതിന് പകരം ഇവർ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. എല്ലാ വണ്ടികളും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതിപ്പോൾ ഈവൻ ബ്ലോക്കിലായാൽ പോലും, അതായത് സിഗ്നലിലായാൽ പോലും പിന്നെ എന്താ പറയുക, നല്ല ഗ്യാപ്പ് ഉണ്ട്. നമ്മളവിടേക്ക് ആണെങ്കിൽ ഒരു വണ്ടി ബ്രേക്ക് ഇട്ടാൽ ബാക്കിൽ വന്ന് തട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്താണ്, അത്രയും മുട്ടിയാൽ പോകും. ഇവിടെ കണ്ട നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് വാഹനങ്ങൾ പോകുന്നത്. പിന്നെ ഹോണിൻ്റെ സൗണ്ട് കേൾക്കുന്നതന്നില്ല. കാരണം അവർ ഹോൺ അടിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യം അവർക്കവിടെ വരുന്നില്ല. കാരണം മുന്നിൽ ഗ്യാപ്പിലല്ലേ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തുണ്ട് ജോയി ആലുക്കാസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എന്തോ നമ്മുടേതാണെന്നുള്ളൊരു തോന്നൽ. ജോയി ആലുക്കാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് സ്ട്രീറ്റ്, ഒരു ലോക്കൽ സ്ട്രീറ്റ് വെച്ച് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ കണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പറയാനും മറന്ന് വീഡിയോസും കാണുന്നില്ല. സാധാ ഫുഡാണ് കഴിച്ചത്, നോർമൽ നാട്ടിലെ ഫുഡാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുമ്പിൽ കണ്ടോ ഇങ്ങനെ ഒരു വെച്ച് വിൽപ്പന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കുട്ടീസ് ഫുൾ അവിടെ ആയിരുന്നു. അതിനെ പിടിച്ച് കൊണ്ടുവരാൻ കുറച്ച് പറ്റിയിട്ടു. അപ്പോൾ ഞങ്ങൾ കോലാലംപൂർ താമസിച്ച ഹോട്ടലാണിത്, മെട്രോ സ്റ്റാർ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് 3 മണി വരെ എന്തോ സമയമുണ്ട്. അപ്പോൾ റെസ്റ്റ് എടുത്ത് ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.